സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ് സി കാറ്റ്. നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകുന്നതിനും ഈ പാഠങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് സുപരിചിതനുമായ ബഹുമാനപ്പെട്ട ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി തങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കടുമേനി സെൻറ് മേരീസ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്നത് സൗഖ്യത്തിൻ്റെ കൂദാശ എന്നറിയപ്പെടുന്ന രോഗീലേപനത്തെക്കുറിച്ചാണ്. രോഗീലേപനം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസുകൾ നൽകുവാനായിട്ട് അഭിവന്ദ്യ പിതാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കടുമേനി സൺഡേ സ്കൂളിലെ അധ്യാപകരാണ് നിങ്ങൾ അല്ലേ? എല്ലാവരും സൺഡേ സ്കൂൾ അധ്യാപകരാണോ? ആരാ ഹെഡ് മാസ്റ്റർ? സാറാണ്. എത്ര പേര് സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട് ഇതിനകത്ത്? 9 പേര്. ബാക്കിയുള്ളവർ അവരുടെ മക്കളായിരിക്കും അല്ല? യുവജന സുഹൃത്തുക്കളാണ് ബാക്കിയുള്ളവർ അല്ലേ? ഗുഡ് ഗുഡ്. അപ്പോൾ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളും ചേരുമ്പോൾ ഒരു നല്ല കോമ്പിനേഷനാണ്. ഫൈൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്തായിരുന്നു? നിങ്ങൾ ഒരുങ്ങി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്താണ്? രോഗീലേപനം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുക. രോഗീലേപനം എന്ന കൂദാശയെക്കുറിച്ച് മനുഷ്യർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ഒടുക്കത്തെ ഒപ്രസിമ എന്നാണ് അതിന് കാരണവന്മാർ പറഞ്ഞിരുന്നത് അല്ലേ? അത് കിട്ടിയാൽ തീർന്നു എന്നാണ് മനുഷ്യൻ രോഗീലേപനത്തെക്കുറിച്ച് വിചാരിച്ചിരുന്നത്. ഒരാൾക്ക് രോഗീലേപനം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ചിന്ത എന്താണ്? എന്തായിരിക്കും അടുത്ത ചിന്ത? ഒരാൾക്ക് അച്ഛൻ രോഗീലേപനം കൊടുത്തു എന്ന് കേട്ടാൽ നിങ്ങൾ ഉടനെ എന്ത് ചിന്തിക്കും? അയാൾ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സമയമായി എന്ന് തന്നെയാണ്. അയാളുടെ കാര്യം തീരുമാനമായി. അത് അവസാനത്തെ ഉന്ത് കൊടുക്കാൻ വേണ്ടിയാണ് അച്ഛൻ വന്ന് രോഗീലേപനം കൊടുത്തത്. വാസ്തവത്തിൽ ഇത് ഒരു അന്ത്യകൂദാശയല്ല, മറിച്ച് ഇത് ഈശോ സ്ഥാപിച്ച 7 കൂദാശകളിൽ ഒന്നാണ് എന്ന് മാത്രമല്ല, ഈ കൂദാശയ്ക്ക് കുംഭസാരം എന്ന കൂദാശയെ പോലെ പാപമോചനം നൽകാനും അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളിൽ നിന്ന് ദൈവഹിതപ്രകാരം സൗഖ്യം നൽകാനും സാധിക്കുന്ന കൂദാശയാണ്. ഇത് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കൂദാശ എന്നുള്ളത് ഒരുപക്ഷെ രോഗീലേപനത്തെക്കുറിച്ചുള്ള ഒരു അബദ്ധധാരണയാണ്. ഈ കൂദാശ യഥാർത്ഥത്തിൽ മരണത്തിലേക്ക് നയിക്കാനുള്ള കൂദാശയല്ല. ചിലപ്പോൾ അത് മരണത്തിലേക്കായിരിക്കും നയിക്കുക, പക്ഷേ മരണത്തിൻ്റെ തൊട്ട് മുൻപാണ് ഈ കൂദാശ നൽകപ്പെടുന്നത് എങ്കിൽ പോലും ഈ കൂദാശയിലൂടെ ലക്ഷ്യമാക്കുന്ന എന്താണ്? നിത്യജീവനിലേക്ക് ഒരുക്കുക. അപ്പോൾ നമുക്ക് അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, ഈ ലോക ജീവിതം തുടരാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയും നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയും നമ്മെ സജ്ജമാക്കുന്ന വരപ്രസാദത്തിൻ്റെ കൂദാശയാണ് രോഗീലേപനം അല്ലേ? അതുകൊണ്ട് ഇതൊരു മരണത്തിനൊരുക്കമായുള്ള കൂദാശ എന്ന് മാത്രം അതിനെ ചുരുക്കുമ്പോൾ ആ കൂദാശയുടെ വിവിധങ്ങളായ അർത്ഥതലങ്ങൾ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സഭാമാതാവ് നമ്മളോട് പറയുക, ഈ കൂദാശ ഒരേ സമയം എന്താണ്? ഈ ലോക ജീവിതം തുടരാനാണ് ദൈവഹിതമെങ്കിൽ അതിനുവേണ്ടി നമ്മളെ ഒരുക്കുന്നു. അതല്ല, നാം മരണത്തിലൂടെ നിത്യജീവനിൽ പ്രവേശിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നമ്മളെ ഒരുക്കുന്ന കൂദാശയാണ്. അതുപോലെ തന്നെ ഈ കൂദാശയിൽ, കുംഭസാരം എന്ന കൂദാശയിൽ നാം പറയാൻ വിട്ടുപോയിട്ടുള്ളതോ മറന്നുപോയിട്ടുള്ളതോ
അല്ലെങ്കിൽ ബോധപൂർവം കുമ്പസാരിക്കാൻ കഴിയാതിരുന്നതോ ആയ അവസ്ഥ. ഇപ്പോൾ രോഗി അബോധാവസ്ഥയിലാണ്. അബോധാവസ്ഥയിലായിരിക്കുന്നവർക്ക് കുമ്പസാരിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ പിന്നെ വഴി എന്താണ്? ഈ രോഗീലേപനം എന്ന കൂദാശ നൽകുമ്പോൾ വൈദികൻ നൽകുന്ന പാപമോചനത്തിൻ്റെ ആശീർവാദത്തിലൂടെ ആ രോഗിക്ക് പാപമോചനം ലഭിക്കുന്നു എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശയുടെ കുറവിനെ അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള വീഴ്ചകളെ പരിഹരിച്ച് നമ്മുടെ ആത്മാവിന് നിത്യജീവിതത്തിന് വേണ്ടി സജ്ജമാക്കുന്ന ഒരു വലിയ കൃപയും കൂടി നമുക്ക് ഈ കൂദാശയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. രോഗീലേപനം എന്ന കൂദാശയെക്കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ചർച്ചകളിലൂടെ ഈ കൂദാശയുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വശങ്ങൾ നമ്മൾ പഠിക്കും, ചർച്ച ചെയ്യും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ, ചോദ്യങ്ങൾ ക്രോഡീകരിക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് പരസ്പരം ചർച്ച ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെ സ്ഥിരീകരിച്ച് ക്രോഡീകരിച്ച് ഉന്നയിക്കാം. ഓക്കെ? നമുക്കിനി നമ്മുടെ ചോദ്യങ്ങളിലേക്കും നമ്മുടെ സംശയങ്ങളിലേക്കും കടന്നു വരാം. ആരാണ് ആദ്യമേ ഉള്ള ചോദ്യം ഉന്നയിക്കുക? ഓക്കെ, സാറിൻ്റെ പേര്? എൻ്റെ പേര് ടോമി. ഓക്കെ, ടോമി സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, കൂദാശകൾ 7 ഈശോ സ്ഥാപിച്ചതാണെന്ന് സഭ പഠിപ്പിക്കുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അതുപോലെ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുമുള്ള ബൈബിളിൽ നിന്നുള്ള സൂചനകളാണിവ. അങ്ങനെയെങ്കിൽ രോഗീലേപനത്തെക്കുറിച്ച് ബൈബിളിൽ നിന്നുള്ള സൂചന പറയാമോ? അതിൻ്റെ ദൈവശാസ്ത്രത്തെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? യെസ്, ടോമി സാറ് ചോദിച്ചത് നല്ലൊരു ചോദ്യം തന്നെയാണ്. പലപ്പോഴും പലരും ഉന്നയിക്കാറുള്ള ഒരു സംശയമാണ്. പ്രത്യേകിച്ച് ചില ഇവാഞ്ചലിക്കൽ ചർച്ചുകൾ ഈ കൂദാശയുടെ സാധുതയെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറയാറുള്ള ഒരു കാര്യം ഇതാണ്: ഇത് ഈശോ ഇങ്ങനെ ഒരു കൂദാശ സ്ഥാപിച്ചതായിട്ട് ബൈബിളിലെങ്ങും കാണുന്നില്ല, അല്ലേ? ഈശോ ഇങ്ങനെ ഒരു കൂദാശ സ്ഥാപിച്ചതായിട്ട് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇങ്ങനെ ഒരു കൂദാശ? ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ മതാധ്യാപകർ പഠിപ്പിക്കുന്നത്, അല്ലേ? അതായത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈശോ അങ്ങനെ ഒരു കൂദാശ സ്ഥാപിച്ചതായിട്ട് കൃത്യമായി പ്രത്യക്ഷത്തിൽ ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ഈശോ രോഗികളെ കണ്ടപ്പോൾ അവരോട് എങ്ങനെ ഇടപെട്ടു എന്നത് ബൈബിളിൽ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ഇല്ലേ? ഒരന്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ ഈശോ എന്തു ചെയ്തു? നിലത്തു തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അതവൻ്റെ കണ്ണുകളിൽ പുരട്ടി അതിനുശേഷം പോയി സീലോഹ കുളത്തിൽ കഴുകാൻ പറഞ്ഞു. ഒരു കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സുഖമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഈശോ അവനെ ആശ്ലേഷിച്ചു, ഇല്ലേ? തളർവാദ രോഗിയെ കണ്ടപ്പോൾ ഈശോ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ രോഗികളോടുള്ള ഈശോയുടെ മനോഭാവം എന്ത് എന്നത് സുവിശേഷം വ്യക്തമാക്കുന്നുണ്ട്. ഓരോ രോഗവും ആ രോഗത്തിൽ തന്നെ ഒരു പരിഹാരം, രോഗശാന്തി കൊണ്ട് നിൽക്കരുത് എന്നും ഈശോയ്ക്ക് അർത്ഥമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ബത്സയിദ കുളക്കരയിൽ 38 കൊല്ലമായി തളർവാദം ബാധിച്ച് കിടന്ന ഒരുവനെ ഈശോ കാണുന്നുണ്ട്. ഈശോ അവനെ സുഖപ്പെടുത്തി കഴിഞ്ഞിട്ട് ഈശോ അവനോട് പറയുന്നത് എന്താണ്? കൂടുതൽ ദോഷകരമായവ സംഭവിക്കാതിരിക്കാൻ ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് ഈശോ പറയുന്നു, അല്ലേ? അതായത് ഈ രോഗം സുഖപ്പെട്ടു എന്നുള്ളതല്ല വലിയ കാര്യം. ഏറ്റവും വലിയ കാര്യം നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നീ പാപം ചെയ്യാതെ ജീവിക്കണം എന്ന് ഈശോ പറഞ്ഞു,
അല്ലേ? വേറൊരു തളർവാദ രോഗിയെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴോട്ട് ഇറക്കിക്കൊണ്ട് വന്നു. ആ പാവം വീട്ടുകാരൻ്റെ കഷ്ടം. അയാൾ അടുത്ത കാലത്ത് പണിത ഒരു വീടായിരുന്നു. അത് ഈ കട്ടിലോടെ ഇറക്കിയെന്ന് പറഞ്ഞാൽ മേൽക്കൂര മൊത്തമായി പൊളിച്ചു മാറ്റിയെന്ന് അർത്ഥം, അല്ലേ? പാവം മനുഷ്യൻ. ആ മേൽക്കൂര പൊളിച്ചിറക്കിയപ്പോൾ ഈശോ ഇവൻ സുഖപ്പെടുത്തുമോ എന്നൊക്കെ അവർ സംശയിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഈശോയുടെ മറുപടി എന്താ? ഏതാണ് കൂടുതൽ എളുപ്പം, ഇവൻ്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതാണോ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ? ഏതാണ് എളുപ്പം? നമുക്ക് പെട്ടെന്ന് തോന്നും എന്താണ്, പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, അത് എളുപ്പമാണ്. ക്ഷമിച്ചോ ഇല്ലയോ എന്ന് ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കാം. നീ നിൻ്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോടാ എന്ന് പറഞ്ഞ് അവനത് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കൂടുതൽ ശ്രമകരമാണ്. പക്ഷേ ഈശോ പറഞ്ഞു, കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ പറയുന്നതിനേക്കാളും ശ്രമകരമായ കാര്യം ഏതാണ്? പാപം ക്ഷമിക്കപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈശോ രോഗികളോട് ആർദ്രതയോടെ അനുകമ്പയോടെ പെരുമാറി അവർക്ക് ശാരീരിക സൗഖ്യം കൊടുക്കാൻ ബദ്ധശ്രദ്ധനായിരുന്നു എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത് മനസ്സിലാക്കുന്നത് എന്താ? ശാരീരിക സൗഖ്യത്തോടൊപ്പം ആ വ്യക്തിയുടെ ആത്മാവിനെയും സുഖപ്പെടുത്താൻ ഈശോ താല്പര്യപ്പെട്ടിരുന്നു. അതാണ് ഈ പാപമോചനം നൽകുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊരു വ്യക്തിയുടെ ശരീരത്തെയും ആത്മാവിനെയും സുഖപ്പെടുത്തുന്ന ഈശോയുടെ പ്രവൃത്തികൾ അനവധി, ഒരു 2 ഡസൻ തവണയെങ്കിലും നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. അവയെല്ലാം വാസ്തവത്തിൽ എന്താണ്? രോഗീലേപനം എന്ന കൂദാശയുടെ നിർവഹണം തന്നെയാണ്. ഈശോ ഒരു രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ ആ രോഗിയുടെ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധീകരിച്ച് ദൈവോന്മുഖമാക്കി നിത്യജീവൻ്റെ പാതയിലേക്ക് ആ വ്യക്തിയെ നീക്കി നിർത്തി എന്നതാണ് സത്യം. അതിനെയാണ് എന്തെന്ന് നമുക്ക് വിളിക്കാവുന്നത്? രോഗീലേപനം എന്ന്. ഈശോ മിശിഹ ആ രോഗിയെ ആശീർവദിച്ച് അനുഗ്രഹിച്ചു. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ മെത്രാൻ വെഞ്ചരിച്ച മൂറോൻ തൈലം കൊണ്ട് രോഗിയെ ഈശോ ആശീർവദിച്ച് കാണുകയാണ്. അതിൻ്റെ ആവശ്യം ഈശോയ്ക്കില്ല. കാരണം എന്താണ്? ഈശോ ആശീർവദിച്ചാൽ അതെന്താണ്? സൗഖ്യദായകമാണ്. ഈശോയുടെ നാമത്തിൽ മെത്രാണിച്ചൻ ആശീർവദിച്ച മൂറോൻ തൈലം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ രോഗീലേപനം അതിൻ്റെ അന്തസത്തയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം തവണ വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കൂദാശ ഏതായിരിക്കും? രോഗീലേപനം. സാറ് പറഞ്ഞ പോലെ കുർബാനയെക്കുറിച്ച് ഈശോ ഒരു തവണ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. മാമോദീസായെക്കുറിച്ച് 1 or 2 പരാമർശങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനം 5-ാം അധ്യായം 18-ാം വാചകത്തിൽ നിങ്ങൾ ആരെങ്കിലും രോഗികളായാൽ സഭയിലെ പുരോഹിതനെ വിളിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഈശോ സ്ഥാപിച്ച ഈ കൂദാശ യാക്കോബ് ശ്ലീഹ ലേഖനം എഴുതുന്ന കാലം എത്തിയപ്പോഴേക്കും, എന്ന് പറഞ്ഞാൽ ഒരു AD 70 മുൻപായി, ആ കാലം എത്തിയപ്പോഴത്തേക്കും എന്തായി? ഈ കൂദാശയുടെ അനുഷ്ഠാനം സഭയിൽ ഒരു പൊതു രീതിയായി മാറിക്കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലും തിരുസഭയുടെ പാരമ്പര്യത്തിലും ഈ കൂദാശയ്ക്ക് വളരെ ആഴമുള്ള ഭദ്രമായ അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രോഗീലേപനം എന്ന കൂദാശയുടെ ആരംഭത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തെക്കുറിച്ചും പിതാവ് നമ്മളോട് സംസാരിച്ചു. ഇനി എന്താണ് ചോദിക്കാനുള്ളത്? ഓക്കെ, സാറാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. എന്താണ് സാറിൻ്റെ ചോദ്യം? എൻ്റെ പേര് കുട്ടിച്ചൻ ഉടക്കേപ്പറമ്പിൽ. പിതാവെ, എൻ്റെ സംശയം, രോഗീലേപനത്തെ അന്ത്യകുദാശയെന്നും ഒടുവിലത്തെ ഒപ്രശ്മയെന്നും പറയാറുണ്ടല്ലോ. അന്ത്യകുദാശ എന്ന് കേൾക്കുമ്പോൾ സ്വീകരിക്കുന്ന രോഗിയിൽ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന ഭയം ഉണ്ടാകുകയില്ലേ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മരണസമയത്ത് കൊടുക്കേണ്ട ഒരു കൂദാശയാണ് ഇത്. അതോടൊപ്പം മറ്റൊരു സംശയം കൂടി പിതാവേ, മറ്റു രോഗാവസ്ഥയിലും അല്ലെങ്കിൽ
ആരോഗ്യമുള്ള അവസ്ഥയിലും ഈ കൂദാശ സ്വീകരിക്കാൻ സാധിക്കുമോ? യെസ്, ആരോഗ്യമുള്ള അവസ്ഥയിൽ ഇത് സ്വീകരിക്കണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ആരോഗ്യമുള്ളപ്പോൾ സ്വീകരിക്കാൻ തക്ക പല കൂദാശയും നമുക്കുണ്ട്. വിശുദ്ധ കുർബാന, കുമ്പസാരം തുടങ്ങിയ കൂദാശകൾ സ്വീകരിക്കുക. അതേസമയം ഈ രോഗാവസ്ഥയിലോ അപകടാവസ്ഥയിലോ, ഇപ്പം നമ്മൾ രോഗമല്ല, ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, തലപൊട്ടി, നമ്മൾ മരണകരമായൊരു മുറിവാണ് എന്നറിയുമ്പോൾ, അത് രോഗമല്ല, ഒരു അപകടാവസ്ഥയിൽ അത് സ്വീകരിക്കാം. അതുപോലെ തന്നെ ഒരു ചികിത്സയ്ക്കായി നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഒരു വലിയ മേജർ ഓപ്പറേഷന് വിധേയമാവും. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സുഖപ്പെടും, വളരെ മിടുക്കരായി തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കറിയാം ഓപ്പറേഷനാണ്, എന്തും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇനി ഇൻ കേസ് മരണം നേരിടേണ്ടി വന്നാൽ അതിനൊരുക്കമായിട്ട് ഈ കൂദാശ സ്വീകരിക്കാം. അതുകൊണ്ട് പല വിശ്വാസികളും വലിയ രോഗങ്ങൾ, ഇപ്പോൾ മരണകരമായ രോഗമില്ല എങ്കിൽ പോലും എന്തെങ്കിലും ഒരു മേജർ ഓപ്പറേഷന് വിധേയമാകുന്ന സാഹചര്യം വരുമ്പോൾ അവർ ഈ ഒപ്രസിമ അല്ലെങ്കിൽ രോഗീലേപനം സ്വീകരിക്കുന്ന പതിവ് സഭയിലുണ്ട് എന്നുള്ളത് സത്യമാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ ഈ രോഗീലേപനം എന്ന കൂദാശയ്ക്ക് പകരം പണ്ടുപയോഗിച്ചുകൊണ്ടിരുന്ന അന്ത്യകൂദാശ, ഒടുക്കത്തെ ഒപ്രസിമ എന്നൊക്കെ കേൾക്കുമ്പം തന്നെ മനുഷ്യൻ്റെ ചങ്കിടിക്കും, അല്ലേ? അവൻ്റെ കാര്യം തീർന്നു എന്ന മട്ടിലേക്ക് മനുഷ്യൻ എത്തിപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് സഭ പിന്നീട് ആ പേര് മാറ്റിയിട്ട് രോഗീലേപനം എന്നാക്കി. രോഗിയെ തൈലം പൂശുന്ന ഒരു കൂദാശ എന്ന്, അന്ത്യം എന്ന്, ഒടുക്കത്തെ ഒപ്രസിമ തുടങ്ങിയ പദങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി. അത് സാറ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ അനാവശ്യമായി ഭയപ്പെടുത്തുന്ന പദങ്ങളാണ്. അതുകൊണ്ട് ആ ഭയപ്പെടുത്തുന്ന പദങ്ങൾ ഒഴിവാക്കി തന്നെ ഈ കൂദാശയെ സമീപിക്കുന്നതായിരിക്കും കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ളത്. പിതാവേ, അത് പറഞ്ഞപ്പോഴാണ് തോന്നുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആ ഒപ്രസ്മ എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ആ ഒപ്രസ്മ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആശീർവാദം എന്നാണ്. അതായത് ഒരു ആശീർവാദമാണ്. അതായത് അടച്ചൊപ്രസ്മ, ഒടുക്കത്തെ ഒപ്രസ്മ എന്നൊക്കെ പറയും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അതായത് പാപമോചനം നൽകുന്ന ആശീർവാദമാണ് ഇവിടെ ഒപ്രസ്മ എന്ന പേരിൽ സൂചിപ്പിക്കപ്പെടുന്നത്. അതായത് നമുക്ക് മനസ്സിലാകും, കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നുണ്ട്. എന്നാൽ അവിടെ പറയാൻ വിട്ടുപോയതോ അല്ലാത്തതോ ആയ പാപങ്ങൾ ഈ വ്യക്തിക്ക് മോചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഏറ്റുപറയാൻ നിവൃത്തിയില്ലാത്തപ്പോൾ പോലും അച്ഛന് അത് ആശീർവാദം നൽകും. അതുപോലെ തന്നെ ജീവിതകാലത്തിൻ്റെ തിരിച്ചറിവിൻ്റെ പ്രായം മുതൽ ഈ മരണനിമിഷം വരെയും സംഭവിച്ച ഏതെങ്കിലും കുറവുകളും പാപങ്ങളും ഉണ്ടെങ്കിൽ അവ മോചിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് പുരോഹിതൻ പാപമോചനത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സഭയുടെ നാമത്തിൽ ഒരു അന്തിമ ആശീർവാദം കൊടുക്കും രോഗീലേപനത്തിൻ്റെ അവസാനം. അതിനെയാണ് അടച്ച് ഒപ്രസ്മ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ സർവ്വതും അടച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പാപങ്ങളെയും പോക്കിക്കൊണ്ടുള്ള ആശീർവാദം എന്നൊക്കെയാണ് അതിന് അർത്ഥം. പിതാവേ, അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? എൻ്റെ പേര് ഷിജോ മെടുക്കുഴി. പിതാവേ, രോഗിലേപനം നൽകാൻ ഉപയോഗിക്കുന്ന തൈലം ഒരു മെത്രാൻ ആശീർവദിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ തൈലം ഒരു വൈദികൻ ആശീർവദിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുപോലെ തന്നെ പാശ്ചാത്യ റീത്തിലും പൗരസ്ത്യ റീത്തിലും രോഗിലേപനം പരികർമ്മം ചെയ്യുന്ന രീതികൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യെസ്, അതായത് രോഗീലേപനം എന്ന കൂദാശയ്ക്ക് ഉപയോഗിക്കുന്ന തൈലം, മൂറോൻ തൈലം, അത് മെത്രാൻ വെഞ്ചരിക്കുന്നതാണ് എന്നതാണ് സഭയുടെ ഒരു പാരമ്പര്യം. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സഭയിലെ കൂദാശകളുടെ സൂക്ഷിപ്പുകാരൻ മെത്രാനാണ്. മെത്രാന് വേണ്ടി
മെത്രാൻ്റെ പകരക്കാരനായിട്ടാണ് വൈദികൻ സാധാരണഗതിയിൽ ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നത് എന്നതാണ് സത്യം. ആരംഭകാലത്ത് സഭയിൽ മെത്രാന്മാരേ ഉണ്ടായിരുന്നുള്ളൂ. സഭയുടെ തലവന്മാർ മെത്രാന്മാരായിരുന്നു. പിന്നീട് സഭ വളർന്ന് വികസിച്ചു തുടങ്ങിയപ്പോൾ ഈ തലവന് എല്ലാ സ്ഥലത്തും ചെല്ലാൻ സാധിക്കാതെ പോയപ്പോഴാണ് പ്രസ്ബുത്തരോയി, എപ്പിസ്കോപ്പോയാണ് ഈ തലവന്മാർ. അവരെയാണ് മൂപ്പന്മാർ എന്ന് ആദിമസഭ വിളിച്ചിരുന്നു. അതിന് ഇവർക്ക് എല്ലായിടത്തും ചെല്ലാൻ പറ്റാതെ വന്നപ്പോൾ അവർ ചിലരെ തങ്ങളുടെ പകരക്കാരായി നിയോഗിച്ചു. അതാണ് ഈ പ്രസ്ബിത്തരോയി അഥവാ പുരോഹിതന്മാർ എന്ന് പറയുക. ഈ തലവന് മുഴുവൻ ദൈവജനവുമായി ബന്ധം നിലനിർത്തുന്നതിന് ചില അടയാളങ്ങൾ അവർ എപ്പോഴും സൂക്ഷിച്ചിരുന്നു. അപ്രകാരം സൂക്ഷിക്കപ്പെട്ട അടയാളങ്ങളിലൊന്നാണ് ഈ തലവനായ സഭാതലവനായ വ്യക്തി ആശീർവദിക്കുന്ന തൈലം ഉപയോഗിച്ചുകൊണ്ട് ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുക. അത് മാമോദീസായാകാം, സ്ഥൈര്യലേപനമാകാം, രോഗീലേപനമാകാം. ഇതെല്ലാം ആശീർവദിക്കുന്നത്, ഈ തൈലം ആശീർവദിക്കുന്നത് സഭാതലവനായ മെത്രാൻ തന്നെയായിരുന്നു. അദ്ദേഹം ആശീർവദിച്ച തൈലം കൊണ്ട് വൈദികർ ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ സഭയാകുന്ന ഈ വലിയ കൂട്ടായ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരച്ഛൻ്റെ മാത്രമല്ല, അത് ഒരു മെത്രാനും ആ മെത്രാനോട് ചേർന്ന വൈദിക സമൂഹവും കൂടി കൂടിയതാണ് പൗരോഹിത്യം എന്ന് പറയും. അതുകൊണ്ട് സാധാരണഗതിയിൽ ഈ തൈലം വ്യഞ്ചരിക്കുന്നത് മെത്രാൻച്ചൻ്റെ കാർമ്മികത്വത്തിൽ ഒരു രൂപതയിലെ മുഴുവൻ വൈദികരും ഒന്നു ചേർന്നാണ്. അതുകൊണ്ട് ഈ തൈലം വെഞ്ചരിപ്പ്, മൂറോൻ കൂദാശ എന്ന് പറയുന്നത് ഒരു പൗരോഹിത്യ കൂട്ടായ്മയുടെ ശുശ്രൂഷയായിട്ടാണ് സഭ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു രൂപതയുടെ തലവനായ മെത്രാനും അദ്ദേഹത്തോടൊപ്പം സഹപ്രവർത്തകരായ മുഴുവൻ വൈദികരും ഒന്നുചേർന്ന് പ്രാർത്ഥിച്ചാണ് ഈ മൂറോൻ കൂദാശ. അതുകൊണ്ട് മൂറോൻ കൂദാശ മെത്രാന് എല്ലാ ദൈവജനത്തോടുമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു തൈലമാണ്. രണ്ട്, അതൊരു പൗരോഹിത്യ കൂട്ടായ്മയുടെ അടയാളമാണ്. മെത്രാനോടുള്ള കൂട്ടായ്മയും സഹവൈദികരോടുള്ള കൂട്ടായ്മയും സൂചിപ്പിക്കുന്ന അടയാളമാണ് ഈ മൂറോൻ. തീർച്ചയായും മൂറോൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് കൂട്ടായ്മയുടെ ആത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകാൻ ഈ ഒരു കൂട്ടായ്മയുടെ അടയാളമായ തൈലം ഉപയോഗിക്കുന്നത് തികച്ചും ന്യായവും യുക്തവുമാണ്. ഇനി വൈദികർക്ക് ഇത് വ്യഞ്ചരിക്കാവോ എന്ന് ചോദിച്ചാൽ, അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇത് വൈദികന് ഈ തൈലം വ്യഞ്ചരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ആ തൈലം വ്യഞ്ചരിച്ച് വൈദികൻ, അതിനുള്ള പ്രത്യേക പ്രാർത്ഥനകളുണ്ട്, വൈദികൻ അത് ഉപയോഗിച്ച് തൈലം വ്യഞ്ചരിച്ച് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട്ടിൽ നമ്മളായിരിക്കുമ്പോൾ രോഗിക്ക് അത്യാവശ്യം രോഗീലേപനം കൊടുക്കേണ്ടി വന്നു. രോഗീലേപനം കൊടുക്കേണ്ട സന്ദർഭത്തിൽ നമ്മുടെ ഈ മൂറോൻ തൈലം ഇല്ല. അപ്പോൾ എന്തു ചെയ്യാം? അത് എടുത്തുകൊണ്ട് വന്ന് വരുമ്പോഴത്തേക്കും രോഗി മരിച്ചു പോയെന്നിരിക്കും. അതുകൊണ്ട് എന്തു ചെയ്യുന്നു? ആ വൈദികന് ആ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും, സാധാരണഗതിയിൽ ഒലിവെണ്ണയാണ് ഈ മൂറോൻ തൈലത്തിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയും. അതിനകത്ത് ചില ബോൾസം സുഗന്ധങ്ങൾ ചേർത്തതാണ് ഈ മൂറോൻ തൈലം എന്ന് പറയും. ഈ ഒലിവെണ്ണയ്ക്ക് പകരം ഈ നാട്ടിൽ വെളിച്ചെണ്ണയെ കിട്ടാനുള്ളൂ. ഒരു വീട്ടിലിപ്പോൾ വെളിച്ചെണ്ണയെ കാണും. അതുപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഈ തൈലം കൂദാശ ചെയ്ത് ആശീർവദിച്ച് രോഗീലേപനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നു. അത് അടിയന്തര സന്ദർഭങ്ങളിൽ മാത്രം അനുവദിച്ചിട്ടുള്ള ഒരു ഒഴിവ് കഴിവാണ്. സാധാരണഗതിയിൽ ഈ കൂദാശ പരികർമ്മം ചെയ്യേണ്ടത് മെത്രാൻ വ്യഞ്ചരിച്ച മൂറോൻ തൈലം ഉപയോഗിച്ച് തന്നെയാണ്. മറ്റൊരു ചോദ്യവും കൂടെ സാറ് ചോദിച്ചായിരുന്നു. അതായത് പാശ്ചാത്യ പൗരസ്ത്യ ക്രമങ്ങളിൽ രോഗീലേപനം പരികർമ്മം ചെയ്യുന്നതിലെ വ്യത്യാസത്തെക്കുറിച്ച്
അല്ലേ? കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ രോഗീലേപനത്തിൻ്റെ ദൈവശാസ്ത്രം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജസ്റ്റേഴ്സിൽ, ഇതിൻ്റെ കർമ്മങ്ങളിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒന്ന് രണ്ട് വ്യത്യാസം വേണമെങ്കിൽ പറയാവുന്നത്, പാശ്ചാത്യ സഭ നെറ്റിയിലും ഇരുകരങ്ങളിലും കുരിശ് വരച്ച് തൈലം പൂശും. അതേസമയം പൗരസ്ത്യ സഭകൾ സാധാരണഗതിയിൽ പാശ്ചാത്യ സഭയെക്കാളും കുറച്ചുകൂടി ആഘോഷമായി കർമ്മങ്ങൾ നടത്തുന്നവരാണ് എന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? അതുകൊണ്ട് തന്നെ കുരിശുവരയുടെ എണ്ണം കുറച്ച് കൂട്ടുവരും. അതുകൊണ്ട് നെറ്റിയേൽ കുരിശ് വരയ്ക്കും, ചുണ്ടേൽ കുരിശ് വരയ്ക്കും, കണ്ണുകളിൽ കുരിശ് വരയ്ക്കാറുണ്ട്. അതുപോലെ ചെവിയേൽ കുരിശ് വരയ്ക്കും, കൈകൾ, കാലുകൾ എല്ലാം കുരിശ് വരയ്ക്കും. എന്താണ്? ഇവയെല്ലാം കൊണ്ട് ചെയ്ത പാപങ്ങൾ മോചിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ്. കണ്ണുകൊണ്ടും പാപം ചെയ്യുന്നുണ്ട്, അല്ലേ? പലതും ചെയ്യുന്നുണ്ട് നമ്മൾ. ചെവി കൊണ്ട് പരദൂഷണം പറഞ്ഞ് അത് കേട്ട് ആനന്ദിക്കുമ്പോൾ നമ്മളെന്താണ്? ചെവി കൊണ്ട് പാപം ചെയ്യും. വല്ലവരോടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുകയും അവിടുന്ന് സമാന മറുപടി കേട്ട് സന്തോഷിക്കുകയും ചെയ്ത ഫോൺ വിളികൾ, അല്ലേ? നമ്മുടെയൊക്കെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാപം ചെവി കൊണ്ടായിരിക്കും ഇപ്പം ചെയ്യും. അപ്പോൾ ചെവി ആശീർവദിക്കണമെന്ന്, കണ്ണുകൾ, നാവിനെ ആശീർവദിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ചുണ്ടിൻ്റെ ഭാഗത്ത് കുരിശ് വരയ്ക്കും. ഇപ്രകാരം പൗരസ്ത്യ സഭകൾ ഈ കുരിശുവരകളുടെ എണ്ണം കുറെ കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. പക്ഷേ പാശ്ചാത്യ റീത്തിലും ഉദ്ദേശിക്കുന്ന ഇത് തന്നെയാണ്. നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ ചെവികളെയും കണ്ണുകളെയും ചുണ്ടിനെയും നാവിനെയും എല്ലാം അവിടെ വിവക്ഷിക്കുന്നുവെന്നും, ഇരു കൈകളിലും കുരിശ് വരയ്ക്കുമ്പോൾ കൈകളെയും കാലുകളെയും മറ്റെല്ലാ അവയവങ്ങളെയും അവിടെ വിവക്ഷിക്കുന്നു എന്നും നമുക്ക് കരുതാം. അതുപോലെ തന്നെ നെഞ്ചത്ത് കുരിശ് വരയ്ക്കുന്നുണ്ട്. എന്തിനാണ് നെഞ്ചത്ത് കുരിശ് വരയ്ക്കുന്നത്? നമ്മുടെ ഹൃദയം കൊണ്ട്, ചിന്ത കൊണ്ട് നാം ചെയ്ത പാപങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ എന്നിവ കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ. ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ അവയുടെ അനുഷ്ഠാനത്തിലുണ്ട് എന്നുള്ളതൊഴിച്ചാൽ പാശ്ചാത്യ പൗരസ്ത്യ റീത്തുകളിൽ രോഗീലേപനത്തിൻ്റെ ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ സമാനമാണ്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.